ഓം ശാന്തി. പലപ്പോഴും പല കാര്യങ്ങളും നമുക്ക് ചെയ്തു തുടങ്ങാനായിട്ട് ഒരുപാട് പ്രയാസം തോന്നും. പക്ഷെ നിരന്തരമായി ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അത് നമ്മുടെ സ്വഭാവമാവും. സ്വഭാവമായി മാറിക്കഴിഞ്ഞാൽ ആ കാര്യം നിരന്തരമായി നിങ്ങൾക്ക് ചെയ്യാന്നുള്ളത് റിസ്ക്കായി തോന്നുകയില്ല. നല്ല കാര്യങ്ങളെ അറിഞ്ഞുകൊണ്ട് സ്വഭാവത്തിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ സാധിച്ചാൽ അത് നമ്മുടെ ജീവിതത്തിൽ എല്ലാ റിസ്ക്കുകളെയും ഈസിയാക്കി മാറ്റുകയും എല്ലാ ലക്ഷ്യങ്ങളും ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുകയും ചെയ്യും. ഞാൻ കണ്ടിട്ടുണ്ട്, നമ്മുടെ ഈശ്വര വിശ്വവിദ്യാലയത്തിൽ ഒരു ജഗദീഷ് ഭായ് ഉണ്ടായിരുന്നു. ജഗദീഷ് ഭായ് ദേഹം ഉപേക്ഷിക്കുന്നതായിരിക്കുന്ന ആ സമയത്ത് നോക്കിയാൽ ശാരീരികമായിട്ട് അദ്ദേഹത്തിന് വളരെയധികം വീക്കായിരുന്നു. എ കാലിഡോസ്കോപ്പിക് വ്യൂ എന്നൊരു ബുക്ക് അദ്ദേഹം എഴുതുന്നുണ്ടായിരുന്നു. ആ ബുക്ക് എഴുതി തീർക്കാൻ വേണ്ടി ഭായിൻ്റെ സ്വഭാവം പുലർച്ചെ ബ്രഹ്മമുഹൂർത്ത മെഡിറ്റേഷൻ കഴിഞ്ഞ് ഒരിക്കലും കിടക്കാറേയില്ല. റെസ്റ്റ് എടുക്കാതെ പഠിക്കാൻ വേണ്ടി ആ സമയം ഉപയോഗിക്കുമായിരുന്നു. അത്ര ശരീരത്തിന് വയ്യാത്ത അവസ്ഥയിൽ മെഡിറ്റേഷൻ കഴിഞ്ഞു സ്വയം എഴുന്നേറ്റ് പോയിട്ട് അദ്ദേഹത്തിന് ബാത്റൂമിൽ പോയി ഫ്രഷ് ആവാൻ ഒരാൾ സപ്പോർട്ട് ഇല്ലെങ്കിൽ പറ്റില്ല എന്നൊരു അവസ്ഥ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോഴും ജഗദീഷ് ഭായി 5 മണിക്ക് ഒരു സമയം എന്നുണ്ടെങ്കിൽ മെഡിറ്റേഷൻ അവസാനിക്കുന്ന സമയത്ത് റൂമിൽ ആരുമില്ലെങ്കിൽ തൻ്റെ കഴിവിൻ്റെ പരമാവധി ഉപയോഗിച്ച് ആ കട്ടിൽ നിന്ന് പുറത്തിറങ്ങി തൻ്റെ കാര്യം ചെയ്യാൻ ശ്രമിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഏത് രോഗാവസ്ഥയിലും അദ്ദേഹത്തെ ആ ഒരു പ്രഭാതത്തിലെ സ്റ്റഡിയിൽ നിന്ന്, ആ എഴുതുന്നതിൽ നിന്ന്, ആ ബുക്ക് പൂർത്തിയാക്കാനുള്ളതായിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ വാഞ്ചയിൽ നിന്ന് ആ മരണത്തിന് തുല്യമായിരിക്കുന്ന അവസ്ഥ കടന്നു പോയിട്ടുണ്ട്. എന്നിട്ട് പോലും തടയാൻ സാധിച്ചിട്ടില്ല. അദ്ദേഹം പറയും, രാവിലെ എഴുന്നേൽക്കുന്ന എൻ്റെ സ്വഭാവമാണ്. നമ്മുടെ ബ്രഹ്മകുമാരി ഈശ്വര വിശ്വവിദ്യാലയത്തിൻ്റെ ഹെഡാണ് ജാനകി ദാദി. ദാദി പറയും, ഞാൻ ദേഹം വിട്ട ശേഷം എൻ്റെ ഡെഡ് ബോഡി കെടുത്തിരിക്കുകയാണെങ്കിൽ ആ ഡെഡ് ബോഡി പോലും 4 മണിയാകുമ്പോൾ എഴുന്നേറ്റിരിക്കും. കാരണം അതെൻ്റെ സ്വഭാവമായി പോയി. പല ശാരീരികമായിരിക്കുന്ന അവസ്ഥകളിലൂടെ കടന്നു പോകുമ്പോൾ 103 വയസ്സാണ് ദാദിക്കെന്ന്. അവസ്ഥകളിലൂടെ കടന്നു പോകുന്ന സമയത്ത് പലപ്പോഴും ഡോക്ടർമാർ പറയും, റെസ്റ്റ് എടുക്കണം ദാദി, എഴുന്നേൽക്കരുതെന്ന് പറയും. ദാദി 4 മണി എന്നൊരു സമയമുണ്ടെങ്കിൽ ദാദി എഴുന്നേറ്റിട്ടും ഉണ്ടായിരിക്കും, മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ ഒരു കാര്യം നിരന്തരമായിട്ട് ഞാൻ ഒരുപാട് ആളുകളെ കണ്ടിട്ടുണ്ട്. ഇത്തരത്തിൽ തൻ്റെ ജീവിതത്തിൻ്റെ ഹാബിറ്റായി മാറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മളെ തന്നെത്താനൊരു കാര്യത്തിലേക്ക് വലിക്കും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. പേടി വരുന്നവർ പറയും, അതെൻ്റെ സ്വഭാവമായിപ്പോയി, അതുകൊണ്ട് മാറ്റാൻ പറ്റുന്നില്ല. പെട്ടെന്ന് ദേഷ്യം വരുന്നവർ പറയും, അതെൻ്റെ സ്വഭാവമായിപ്പോയി, എനിക്ക് മാറ്റാൻ പ്രയാസമാണ്. അപ്പോൾ ഒരു കാര്യം സ്വഭാവത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ, സ്വഭാവമായി സ്വീകരിച്ചു കഴിഞ്ഞാൽ അതിനെ നമുക്ക് മാറ്റിയെടുക്കാൻ പ്രയാസമാണ്. നല്ല കാര്യങ്ങളെ സ്വഭാവമായി മാറ്റിക്കഴിഞ്ഞാൽ ജീവിതത്തിൻ്റെ ഉന്നതിയിൽ നിന്ന് നിങ്ങളെ ആർക്കും മാറ്റി നിർത്താനും സാധ്യമല്ല. അതുകൊണ്ട് തുടക്കത്തിൽ കുറച്ചൊക്കെ പരിശ്രമം നമുക്ക് വേണ്ടി വരുമെങ്കിലും ഒരു കാര്യം, നല്ലൊരു കാര്യത്തിന് തൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല. കാരണം പലപ്പോഴും നമ്മുടെ പഴയ സ്വഭാവങ്ങൾ, സംസ്കാരങ്ങൾ, നമ്മുടെ തന്നെ മടി, നമ്മുടെ സാഹചര്യങ്ങളൊക്കെ നമ്മളെ പിന്നിലേക്ക് വലിച്ചുകൊണ്ടിരിക്കും. പക്ഷേ ആ വലിയിൽപ്പെടാതെ വീണ്ടും വീണ്ടും കുറച്ചായിട്ട് ഒരു കാര്യത്തെ നിരന്തരം കൊണ്ടുവന്ന് നമ്മുടെ സ്വഭാവമാവും. ഒരു കാര്യം സ്വഭാവമായി കഴിഞ്ഞാൽ, അത് നമ്മുടെ സംസ്കാരമായി കഴിഞ്ഞാൽ അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഉന്നതിയിലേക്ക് കൊണ്ടുപോകുന്നതിൽ നിന്ന് ആർക്കും തടയാൻ സാധ്യമല്ല. അതുകൊണ്ട് നല്ല സ്വഭാവങ്ങളെ നിരന്തരമായ അഭ്യാസത്തിലൂടെ സ്വന്തമാക്കണം. ജീവിതത്തിന് ഹൈറ്റ്സിലേക്ക് പോകണം. നിങ്ങൾക്ക് അങ്ങനെ പോകാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു. ഓം ശാന്തി. ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യൂ. ഒപ്പം ഞങ്ങളുടെ ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം പേജുകൾ ഫോളോ ചെയ്യൂ. നന്ദി.